NN പിള്ളയുടെ നാടകത്തിലെ ഒരു പരാമർശം നമ്മൾ കേരളീയ ജനത വളരെ ആസ്വാദ്യതയോടുകൂടി കേട്ടതാണ്. അതായത് ഈ പ്രതിയെ ബലാത്സംഗ പ്രതിയെ ആക്രമിക്കുകയോ കൊല്ലുകയോ എന്തോ ചെയ്തതിന് അപ്പം ബിഷപ്പ് പറയുന്നു അത് ചെയ്ത് ശരിയല്ല, ഒരാളെ കൊന്നതോ അല്ലെങ്കിൽ ആക്രമിച്ചോ എന്തോ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിന് പ്രതിയുടെ മറുപടി, കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ വക്കീൽ ചോദിക്കും മാംസത്തിൽ എത്ര ഇഞ്ചിറങ്ങി, പിന്നെ ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന്. അതുകൊണ്ടാണ് പ്രതിയെ തീർത്ത് കളഞ്ഞതെന്ന്. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് തീവ്രത കുറഞ്ഞ ബലാത്സംഗം, തീവ്രത കൂടിയ ബലാത്സംഗം, ഈ ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേട്ട ഒരു പരാമർശമാണ് പിന്നെ CPMലെ ഒരു വനിതാ നേതാവ് പറഞ്ഞിരിക്കുന്നത്, മുകേഷിൻ്റെ കാര്യത്തിൽ അതൊരു തീവ്രത ഇല്ലാത്ത ബലാത്സംഗമായിരിക്കാം, ഒരു തീവ്രത കൂടിയ തീവ്രത ഇല്ലാത്ത ഒരു കുറ്റകൃത്യമായിരിക്കാം. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അത് തീവ്രത കൂടിയ ഒരു ബലാത്സംഗമായിരിക്കാം, ബലാത്സംഗമോ അല്ല ഒരു കുറ്റകൃത്യമോ. അപ്പോൾ നമ്മുടെ ഈ തീവ്രത എന്ന വാക്ക് നമ്മൾ ഈ ഭൂചലനത്തോട്, എർത്ത്ക്വേക്ക്, അതിനോട് അനുബന്ധിച്ച് കേൾക്കാറുണ്ട്. റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഭൂചലനം. അപ്പോൾ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂചലനമായിരിക്കാം ഇനി മുകേഷിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഗ്രേഡ് തിരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിലെ ആ ഒരു ചിന്താഗതി ഏതെല്ലാം രീതിയിൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതിശയകരമായി തോന്നുന്നത്. രാഷ്ട്രീയമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ വരുന്നതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കുറ്റകൃത്യമാണ്, അതിൽ രാഷ്ട്രീയമില്ല. അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. അതിൽ ആരെങ്കിലും ന്യായീകരിക്കാനോ അതിനെ കുറ്റപ്പെടുത്താനോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ വാസ്തവം പറഞ്ഞാൽ ഈ കേരളത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങേരുടെ കൂടിയാണ്, രാഹുലിൻ്റെ കൂടിയാണ്. ഇപ്പം ഞാനും ഒരു 80% അങ്ങേരുടെ കൂടിയാണ്. ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തി ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല, 14 വയസ്സോ 15 വയസ്സോടെ ഒരു കുട്ടിയൊന്നുമല്ല. അവരൊരു വിവാഹം കൂടെ കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്തും വിവാഹിതയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പം അതൊരു അങ്ങനെയുള്ള ഒരു ബന്ധം നമ്മൾ വേറെ പേര് കൊണ്ടാണ് പറയുന്നത് തന്നെ. ഒരിക്കലും അത് ന്യായീകരിക്കാവുന്ന ഒരു ബന്ധമല്ല. അപ്പോൾ അവരതിന് സമ്മതിച്ചു എന്നുള്ളത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇങ്ങേര് അവിവാഹിതനാണ്. സ്ഥലത്തെ പ്രധാനപ്പെട്ട നമ്മൾ സാധാരണയായി ഒരു ജീവിയുടെ പേര് ഉപയോഗിക്കുമല്ലോ, അദ്ദേഹം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, പണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും രാഷ്ട്രീയ രംഗത്ത് ക്ലച്ച് പിടിക്കത്തില്ലായിരുന്നു, ഇവരെ ഒന്നും അടുപ്പിച്ച് നിർത്തുകയില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം അമേരിക്കയിലാണെങ്കിൽ പോലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അയാൾ ഇവിടെ കൊണ്ട് അവസാനിച്ചു പോയേനെ, ഇത്രയും പരാതികളും ഇത്രയും ആക്ഷേപങ്ങളുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം കേരളത്തിലെ ജനങ്ങൾ ഇത് ആസ്വദിക്കുകയാണ്. ഈ കേസും ഇതൊക്കെ കേട്ടും ഇത് ആളുകൾക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇക്കിളി കഥകൾ കേൾക്കാനായിട്ട് കേരളീയരിങ്ങനെ കാത്തിരിക്കുകയുമാണ്. അപ്പോൾ അതിനെ കുറ്റകൃത്യമല്ല, അതിൻ്റെ ആ ഇക്കിളി വശമാണ് ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിലെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ആ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം വളരെ മാന്യന്മാരായിരിക്കുന്നു. അതാണ് കേരളത്തിലെയും ഇന്ത്യയിലെ മൊത്തത്തിലുള്ളൊരു സ്ഥിതി. അവസരമില്ല, അതുകൊണ്ട് നമ്മളെല്ലാം ധാർമ്മികത പറയുന്നു. അമേരിക്കയിൽ ഇപ്പം ആവശ്യമുള്ളവർക്ക് അവസരങ്ങൾ കിട്ടും, അവസരങ്ങൾ തേടിപ്പോകുന്നവർക്ക്. അല്ലാത്തവർക്ക് അവസരങ്ങൾ ആവശ്യമില്ലാത്തവർക്ക് അത് പ്രശ്നവുമല്ല. എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഈ രാഹുൽ ഈശ്വറിനെ പോലെ ഒരു വിടുവാ പറയുന്ന ആൾ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരാൾ അങ്ങേരെ പിടിച്ച് ജയിലിടേണ്ട കാര്യം എന്താണെന്ന് തീരെ മനസ്സിലാവുന്നില്ല. അങ്ങേരെ അതിജീവിതയുടെ പേരോ ഫോട്ടോയോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിജീവിതയുടെ പേരും ഒക്കെ പുറത്തു വരാൻ സാഹചര്യം ഒരുക്കുന്നോ ഒക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ അതെങ്ങനെയായിരുന്നാലും അതിന് ഈ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു വിശ്വസിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. 14 ദിവസത്തേക്ക് ജയിലിലേക്ക് അടുത്തതുകൊണ്ട് കേരളത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ നിയമവാഴ്ചയ്ക്കോ എന്തെങ്കിലും ഗുണം കിട്ടിയതായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ അത് ഇനി എന്ന് മാത്രമല്ല, ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കൊടുത്താലെന്നാണ് കുഴപ്പം. ഇയാൾ ജാമ്യം മേടിച്ച് മുങ്ങിപ്പോവുകയോ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ജാമ്യം നിഷേധിക്കുന്നത്. ഇതിപ്പം രാഹുൽ ഈശ്വറോ സന്ദീപ് വാര്യരോ ഒന്നും എവിടെയും പോകുന്നില്ല, അവരവിടെ തന്നെയുള്ളവരാണ്. ഈവൻ രാഹുൽ മാങ്കൂട്ടം പോലും അവിടെ തന്നെയുള്ള ആളാണ്. ജാമ്യം കൊടുത്താൽ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ജാമ്യം കൊടുത്തുകൊണ്ട് നീതി നിഷേധമൊന്നും ആകുന്നില്ല. അവർക്ക് വിചാരണയിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവരെ ശിക്ഷിക്കട്ടെ, അല്ലാതെ പിടിച്ച് ജയിലിലിടുന്നു അല്ലെ റിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കേവപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നേ ഇല്ല. ഇപ്പം ഉദാഹരണത്തിന് പല ഇസ്ലാമിക ആളുകൾ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ആളുകൾ വിചാരണ കൂടാതെ കൊണ്ട് ഈ ജയിലിലടയ്ക്കുന്നതിനോട് യാതൊരു താല്പര്യവും തോന്നുന്നില്ല. കാര്യം അവരെ
പിന്നെ അവരെ പിടികൂടേണ്ടതും ശിക്ഷിക്കേണ്ടതും ഒക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ വിചാരണയില്ലാതെ വർഷങ്ങളോളം ഇങ്ങനെ തടവിൽ ഇടുക എന്ന് പറയുന്നത് അതും ശരിയല്ല, അത് നിയമവാഴ്ചയ്ക്ക് ശരിയായ ഒരു കാര്യമല്ല. പക്ഷേ ഇവരെ ഈ വിചാരണയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ഇന്ത്യയിൽ കോടതിയിൽ നിന്നൊക്കെ ഊരിപ്പോരുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. അവിടെ കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവർ ചെയ്യുന്ന കൃത്യങ്ങൾ അത് രാജ്യത്തിന് തന്നെ ദ്രോഹകരമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരു മറുമരുന്നായിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ആ നിയമവാഴ്ച എന്നുള്ള ആ സങ്കല്പം നമുക്ക് വിട്ടുകളയാനാവില്ല, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് പോയി നമ്മുടെ ഈ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർക്കുന്നത്, അതും നിയമാനുസൃതമല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നിയമം ആണ് പ്രധാനമായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഏതൊക്കെ നിയമങ്ങളാണ് ലംഘിച്ചതെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ബലാത്സംഗം എന്നുള്ള ആരോപണം നിലനിൽക്കില്ല എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തന്നെ സാധാരണക്കാർക്ക് തന്നെ അറിയാം. വിവാഹിതയായ ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ, സ്വന്തം ഇഷ്ടപ്രകാരം ഇവർ തമ്മിൽ ബന്ധപ്പെട്ടു, പിന്നീട് അവർ പിണങ്ങിപ്പോയി. അല്ലെങ്കിൽ പിന്നെ പതിവ് പോലെ ആണുങ്ങളാണല്ലോ, അവരവരുടെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കെട്ടാമെന്നൊക്കെ പറയും. പിന്നെ കാര്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ 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 കണ്ടം പിന്നെ കണ്ടം വഴി ഓടിക്കളയും. ഇതാണ് സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധി ഇല്ലേ അവർക്ക്? മുൻകൂട്ടി തന്നെ അറിയില്ലേ ഇവൻ നമ്മളെ ഉപയോഗിച്ച് കഴിഞ്ഞവന് സ്ഥലം വിടും എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധി, ഒരു ഇൻഡ്യൂഷൻ തീർച്ചയായിട്ടും സ്ത്രീകൾക്കുണ്ട്. ഏതൊക്കെ പുരുഷൻ നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ എക്കാലവും നിൽക്കും, അതിലെ നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നവൻ ആര് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് വനിതകൾക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് ശേഷം പിന്നെ ആക്ഷേപങ്ങളുമായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയവും കൂടെ കളിക്കുന്നതാണ് നമുക്ക് ഏറ്റവും അസഹനീയമായിട്ട് തോന്നുന്നത്. മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കുക, അല്ല ആ രീതിയിലേക്കൊക്കെ വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെയും സംഭവിക്കാം എന്ന് വിചാരിക്കാൻ മാത്രം പിന്നെ ബൗദ്ധികമായിട്ട് ഉയരണം സ്ത്രീകളും. ഇങ്ങനെ ഞാൻ വല്ലവൻ്റെയും കൂടെ പോയാൽ അവൻ ചിലപ്പം ഇട്ടിട്ട് പോയെന്നിരിക്കും, അവൻ ഉപയോഗിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും. പിന്നെ അത് പലതും കുറ്റകൃത്യം പോലും ആയി എന്ന് വരില്ല. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ബലാത്സംഗം വലിയ കുറ്റമാണ്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഇവിടെ അമേരിക്കയിൽ അതുപോലെയുള്ള വലിയൊരു കേസ് നടന്ന ആനന്ദ് ജോണിൻ്റെ കേസാണ്. അങ്ങേരെ പിന്നെ ഈ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ എല്ലാം വിളിച്ചു വരുത്തി നിങ്ങളെ ഫാഷൻ മോഡലാക്കാം എന്ന് പറഞ്ഞ് അവരെ പിന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞ് ഈ സംഭവത്തിനൊക്കെ ശേഷവും ഇവരിൽ പലരും ഇയാളുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു കാര്യവും നടക്കുന്നില്ല, മോഡലിങ്ങും കിട്ടുന്നില്ല, കാശും കിട്ടുന്നില്ല, ഒന്നുമില്ല എന്ന് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ കൊണ്ടുപോയി പരാതി കൊടുത്തു, ഞങ്ങളെ പിന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ്. ഒടുവിൽ 10-12 സ്ത്രീകൾ കോടതിയിൽ നിന്ന് കരയുകയും പിന്നെ അവർ ഞങ്ങളെ ദുരുപയോഗപ്പെടുത്തിയെന്നും പറഞ്ഞ് കരയുകയൊക്കെ ചെയ്യുമ്പം അത് കോടതിയെ സ്വാധീനിക്കും കോടതി. അപ്പോൾ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. ഇങ്ങനെയുള്ള ഒരാൾ പുറത്ത് നടക്കാൻ യോഗ്യനല്ല എന്ന് തീരുമാനിച്ച് അയക്ക് 59 വർഷത്തെ ശിക്ഷയാണ് കൊടുത്തത്. പിന്നെ 12-13 സ്ത്രീകളാണ് ആക്ഷേപം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥിരം പിന്നെ ഉപദ്രവകാരികളായ ആളുകളെ കോടതി തന്നെ കൈകാര്യം ചെയ്യണം. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ആ ഗണത്തിൽപ്പെടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷേ സ്ത്രീകളും ശ്രദ്ധ ഉള്ളവരായിരിക്കേണ്ടതുണ്ട്. ഈ ആണുങ്ങൾ ഏത് തരക്കാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനുശേഷമല്ലേ അവരോട് അടുക്കേണ്ടത്. അവർ തേച്ചിട്ട് പോയാൽ എങ്ങനെയാണെന്നുള്ളൊരു ധാരണ, മുൻകൂട്ടി ഒരു ധാരണ വേണ്ടേ? അല്ലാതെ പിന്നെ തേച്ചിട്ട് പോയാൽ ഉടനെ പിന്നെ രമണൻ പോലെ തൂങ്ങിച്ചാകാനും ആ ഒരു കാലമൊക്കെ കടന്നു പോയില്ലേ? ഇന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ബുദ്ധിയും വിവരവും ഉള്ളവരല്ലേ? എന്തായാലും ഈ കിളിക്കഥകൾ കേട്ട് നമ്മൾ കോൾമേർ കൊള്ളുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മുങ്ങിപ്പോകുന്നു. കിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ജനം അതിൻ്റെ പിന്നാലെ ആയിരിക്കുമല്ലോ കുറേ കാലത്തേക്ക്.